ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പം ഞാനൊരു കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. അപ്പം നമുക്ക് ഇതിനായിട്ടുള്ള മസാല ഇടാം. അപ്പം അതിനാവശ്യത്തിനായിട്ടുള്ള മസാല, ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി കുറച്ചിട്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇപ്പം തന്നെ മഞ്ഞ നിറം ഉണ്ട്, അപ്പം കുറച്ചിട്ടാൽ മതി. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഉപ്പ് ഞാൻ ആവശ്യത്തിനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഞാൻ ആവശ്യത്തിനായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലാത്തവർ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പം നമ്മൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പെരടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ എടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവണം, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇതൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള എണ്ണ ഒഴിക്കാം. ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവണം. ചൂടായിട്ടേ നമുക്ക് കോളിഫ്ലവർ ഇട്ടാൻ പറ്റൂ. ചെറിയൊരു പീസ് ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പം എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കോളിഫ്ലവറൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് വേവണം. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് നല്ല മണം വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചേ ഉള്ളതായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത് നോൺ സ്റ്റിക്ക് പാനും കൂടെയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ മതിയാവും. അല്ലാത്തതാണെങ്കിൽ നിങ്ങൾ കുറേ കൂടെ എണ്ണ ഒഴിക്കണം. ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. കളറൊക്കെ നല്ലൊരു കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെന്താൽ മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റൂ. അപ്പം ഈ ഒരു വേവ് മതി. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, വെന്തോ എന്ന് നോക്കുന്നുണ്ടോ? എന്തൊക്കെയുണ്ട്, കുറച്ചും കൂടെ ഒന്ന് വേവണം. ഇത് നല്ല തിക്കായിട്ട് അരിയില്ല, നല്ല കട്ടിയായിട്ട് അരിയില്ല കേട്ടോ. ഈ തിക്കായിട്ട് അരിഞ്ഞാൽ കരിഞ്ഞങ്ങ് പോവും. വലിയ ഇതായിട്ടരിഞ്ഞാൽ അത് വേഗം കുറച്ച് പാടാണ്. അപ്പം ഈ ഒരു മാതിരി അരിയണം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് വാങ്ങാം. നമ്മളിത് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നുണ്ട്. അതെല്ലാം ഒന്ന് വെന്തെന്നിങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.